السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. شد القرآن بين الله عز وجل. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഈ ഒരുമിച്ചുകൂടൽ നമ്മളിൽ നിന്ന് സ്വലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മെ എല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശിഷ്യ നമ്മളുടെ സ്നേഹികളായ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഉറ്റവർക്ക്, ഉടയവർക്കെല്ലാം പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിന്റെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന സമയം അസ്റാഈലിനെ വരവേൽക്കുന്ന നേരത്ത് ഏറ്റവും സന്തോഷത്തോടെ, ആനന്ദത്തോടെ കലിമത്ത് തൗഹീദ് ചൊല്ലി ലോകത്തോട് വിട പറയാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ദുൽഹജ്ജ് മാസം വരികയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഹാജിമാര് പരിശുദ്ധമായ മക്കയിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്നും പലരും പോയവരുണ്ട്, ഇനി പോകാനുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജും ഉംറയും ഒക്കെ മഖ്ബൂലും മബ്റൂറും ആക്കുമാറാകട്ടെ. നാട്ടിൽ നിൽക്കുന്ന നമുക്ക് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള വലിയൊരു നന്മയാണ്, മഹത്തായ ഒരു സുഹൃതമാണ് ഉദ്ഹിയ എന്നുള്ളത്, ബലികർമ്മം എന്നുള്ളത്. ദുൽഹജ്ജ് മാസം, ഹജ്ജ്, ബലിപെരുന്നാള്, ഇതെല്ലാം അതിൻ്റെയൊക്കെ ഉള്ളടക്കം, അതിന്റെ അകക്കാമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തെ ഓർമ്മിക്കലും അവിടുത്തെ ജീവിതത്തിന്റെ സുന്നത്തുകൾ പിൻപറ്റലും ഒക്കെയാണ്. അപ്പോ നമ്മളെല്ലാവരും ഇനി ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉദ്ഹിയയ്ക്ക് വേണ്ടി നമ്മളൊക്കെയും പരമാവധി തയ്യാറാകേണ്ട ദിനങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുകയും ഓർമ്മിക്കുകയും ആ നന്മയിൽ നമ്മൾ പരസ്പരം പ്രചോദനം ഉൾക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറാവുകയൊക്കെ ചെയ്യേണ്ട സമയമാണ്. അല്ലാഹു നമുക്കെല്ലാം ആ നന്മയിൽ പങ്കാളികളാകാൻ, ആ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു വചനമുണ്ട് അവിടുത്തെ കൂട്ടുകാരോട്, ജനങ്ങളോട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ലഹു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉദ്ഹിയ കൊടുക്കിൻ. വതീബു നഫ്സ, നിങ്ങളുടെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ അതിൽ ചെയ്യൻ. ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. മാ മിൻ അബ്ദിൻ തവജ്ജഹ ബിഉദ്ഹിയതിഹി ഇലൽ ഖിബ്ല, ഏതൊരു അല്ലാഹുവിന്റെ അടിമ അവന്റെ ഉദ്ഹിയ മൃഗത്തെ ഖിബ്ലയ്ക്ക് അഭിമുഖമായി തിരിച്ചുകൊണ്ട് അതിനെ ബലിയർക്കുന്നുവോ, ഇല്ലാ കാന ദമുഹാ വഖർനുഹാ വസ്റുഹുഹാ ഹസനാത്തിൻ മുഹ്ലറതൻ ഫീ മീസാനിഹി യൗമൽ ഖിയാമ, ആ അറുക്കപ്പെടുന്ന ഉദ്ഹിയത്തിന്റെ മൃഗത്തിന്റെ ഓരോ രോമവും, അതിന്റെ ഓരോ മാംസവും, അതിന്റെ ഓരോ തുള്ളി രക്തവും ഹസനാത്തുൻ മുഹ്ലറത്തുൻ ഫീ മീസാനിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ നന്മ ചെയ്തവന്റെ മീസാനിൽ ഏറ്റവും ഹാജരാക്കപ്പെട്ട നന്മയായി അവന് കാണാവുന്നതാണ്. ആ ബലി കൊടുക്കുന്ന മൃഗത്തിന്റെ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീഴുമ്പോൾ
അത് അള്ളാഹുവിന്റെ കാവലിലും അള്ളാഹുവിന്റെ ഖജനാവിലാണ് അത് ചെന്ന് വീഴുന്നത്. ഹത്താ യുവഫിയഹു സാഹിബഹു യൗമൽ ഖിയാമ, അതിന്റെ പ്രതിഫലം ആ കൊടുത്ത ഉടമയ്ക്ക്, ആ മൃഗത്തിന്റെ ഉടമയ്ക്ക് അല്ലാഹു തആല പൂർണ്ണമായി കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും ലഭിക്കുന്ന പ്രതിഫലം അത് എത്രത്തോളം പ്രധാനമാണ്, ഓരോ നന്മയ്ക്കും എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് ഈ ദുനിയാവിലല്ല. കാരണം എന്താ, ഏതൊരു നന്മയ്ക്കുമുള്ള യഥാർത്ഥ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് പരലോകത്താണ്. ആരുടെ മീസാൻ ഒരു അണുമണി തൂക്കം നന്മ കൊണ്ട് ഭാരം അധികരിക്കുന്നുവോ അവൻ സന്തോഷമുള്ള സ്വർഗീയ ജീവിതത്തിലാണ്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആരുടെ നന്മയുടെ ത്രാസിന് ഭാരം കുറയുന്നുവോ അവന്റെ ഏറ്റവും മോശമായ നരകമാണ് അവൻ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. നാറുൻ ഹാമിയ, കത്തിയാളുന്ന നരകത്തിന്റെ ആ ചൂട് അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. നാളെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് നമ്മുടെ മീസാനാണ്. നാളെ സ്വർഗം വേണമോ നരകം വേണമോ എന്ന് തീരുമാനിക്കുന്നത് മീസാനിന്റെ ഭാരവും ഭാരമില്ലായ്മയുമാണ്. ഇവിടെ ചെയ്യുന്ന നന്മകളെ കുറിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നാം. എന്നാൽ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് അപേക്ഷിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചയുണ്ട്. ഒരു നന്മയ്ക്ക് വേണ്ടി സ്വന്തം പിതാവിനോട്, സ്വന്തം മാതാവിനോട്, സ്വന്തം ഇണയോട്, സ്വന്തം സഹോദരങ്ങളോട് യാചിക്കുമ്പോൾ ഇല്ല ഉമ്മ, ഇല്ല ഉപ്പ, എന്റെ പ്രിയപ്പെട്ടവനെ കഴിയില്ല, പ്രിയപ്പെട്ട മോനെ കഴിയില്ല, ഒരു നന്മയും കൂടി എനിക്കുണ്ടെങ്കിൽ അതെന്റെ മീസാനിൽ ഭാരമായിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് തരാൻ കഴിയില്ല മോനെ എന്ന് പറഞ്ഞിട്ട് യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി, എല്ലാവരെയും കാണുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു ഘട്ടമാണ്. അവിടെ നമ്മളുടെ നന്മ കൊണ്ട് സന്തോഷിക്കാൻ, മീസാനിൽ നന്മ കൊണ്ട് ഭാരമേറാൻ, ഈ ദുനിയാവിൽ അല്ലാഹു തന്ന ജീവിതത്തിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമം ഉണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന ഉലഹിയ മൃഗം അതിന്റെ ഓരോ രോമത്തിനും ഭാരമാണ്. ഓരോ നന്മ, ഓരോ രോമത്തിനും അതിന് പ്രതിഫലമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് പ്രിയമുള്ളവരെ. പരലോകത്തൊരു സിറാത്ത് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, മദ്രസകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിറാത്ത് ജിസ്റും മൻസൂബും അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മേൽ നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ് സിറാത്ത്. 1000 വർഷത്തെ ഇറക്കമാണതിന്, 1000 വർഷത്തെ നിരപ്പാണതിന്, 1000 വർഷത്തെ കയറ്റമാണതിന്. അത്രയും ദീർഘമുള്ള ഒരു സിറാത്ത്. ആ സിറാത്തിനെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചത്? നമ്മളുടെ രോമത്തിനേക്കാൾ നേർത്തതാണ്, നമ്മളുടെ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, പാതിരാത്രിയുടെ കൂരിരുട്ടിനേക്കാൾ അന്ധകാര നിബിഡമാണ്, എല്ലാ കാലുകളും വഴുതി പോകുന്നതാണ്. ആ സിറാത്തിലൂടെ കടക്കാതെ ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. ആ സിറാത്ത് കടന്നു പോകാൻ നമുക്കൊരു വാഹനം ഈ ദുനിയാവിൽ തയ്യാറാക്കണം. ഈ ദുനിയാവിൽ നമുക്ക് 40 ലക്ഷത്തിന്റെ വാഹനം ഉണ്ടാകാം, 1 കോടിയുടെ ലക്ഷറി വാഹനം ഉണ്ടാകാം. ഈ നാട്ടിലെ ആളുകളുടെ മുന്നിൽ നമുക്ക് ആ വാഹനത്തിൽ യാത്ര ചെയ്ത് വലിയ ആളാകാം. പക്ഷേ നാളെ സിറാത്തിൽ നമുക്ക് ഉപകരിക്കില്ല. ആ വാളിനേക്കാൾ മൂർച്ചയുള്ള സിറാത്തിൽ ഉപകരിക്കാൻ, ആ മുടിയേക്കാൾ നേർത്തതായ സിറാത്തിൽ നമുക്ക് ഉപകരിക്കാൻ, അന്ധകാരനിബിഡമായ രാത്രിയെ പോലെ ഉള്ള ആ സിറാത്തിൽ നമുക്ക് ഉപകരിക്കാൻ ഏത് വാഹനമാണ്? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലിമൂ ലഹായാകും, നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണേ, നല്ല ബലിമൃഗങ്ങളെ അല്ലാഹുവിന് വേണ്ടി ഉദ്ഹിയ കൊടുക്കണേ. ഫഇന്നഹാ അലസിറാത്തി മതായാകും, അത് സിറാത്തിൽ നിങ്ങളുടെ വാഹനമാണ്, നിങ്ങൾക്കുള്ള വാഹനമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തിലൂടെ കടന്നു പോകാൻ ഈ ദുനിയാവിൽ നമുക്ക് ചില്ലർ പൈസ മുടക്കിയാൽ മതി.
40 50 ലക്ഷം വേണ്ട, 1 കോടിയുടെ ആവശ്യം വേണ്ട. നമ്മൾ ആലോചിച്ചു നോക്കേ, ഇന്നത്തെ കാലത്ത് ഒരു 7 പേര് കൂടി 2 വയസ്സ് പൂർത്തിയായ ഒരു മൃഗത്തെ, ഒരു പോത്തിനെ അറുക്കാൻ അല്ലെങ്കിൽ ഒരു കാളയെ അറുക്കാൻ ഒരാളൊരു 15,000 രൂപ ഷെയർ ഇട്ടാൽ നല്ലൊരു മൃഗത്തെ വാങ്ങാൻ കഴിയും. അതുകൊണ്ടുള്ള ഉപകാരം എന്ത്? നാളെ സിറാത്ത് നമുക്ക് കടന്നു പോകാൻ നമുക്ക് വാഹനമായി, നമ്മളുടെ മക്കൾക്ക് കടന്നു പോകാൻ വാഹനമായി, നമ്മളുടെ മാതാപിതാക്കൾക്ക് കടന്നു പോകാൻ വാഹനമായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉദ്ഹിയ്യത്ത് എന്ന കർമ്മം നാട്ടിൽ 1 2 ആളുകൾ ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവർക്കും അത് സുന്നത്താണ്. പെരുന്നാളിന്റെ ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്, നമുക്ക് കിടക്കാൻ പാർപ്പിടമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടോ? നമുക്ക് ഏതെങ്കിലും സ്വർണമാകട്ടെ, വസ്തുവാകട്ടെ, നമുക്ക് ഏത് മുതലാകട്ടെ, നമുക്ക് ബാക്കിയുണ്ടായാൽ നമ്മുടെ കടമയുടെ പ്രശ്നമല്ല, ബാധ്യതകളുടെ പ്രശ്നമല്ല. അവനൊരു സുന്നത്താണ്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതിന് വലിയ സമ്പന്നനാകേണ്ട ആവശ്യമില്ല, ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് വേണ്ട, കോടികളുടെ സ്വത്ത് നമുക്ക് വേണ്ട. ഈ ഒരൊറ്റ പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് കഴിക്കാനും ഉടുക്കാനും കിടക്കാനുമുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ മുഅ്മിനൊക്കെയും അവനൊരു സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പ്രാധാന്യം എത്രത്തോളം പറഞ്ഞെന്നറിയുമോ? ആർക്കെങ്കിലും അല്ലാഹു തആല ഇത്തരത്തിൽ അവന് കഴിവ് കൊടുത്തു, ഇതേ മിനിമം ഇത്രയും കഴിവ് മതി, അവന് സമ്പത്ത് കൊടുത്തു, പക്ഷേ അവൻ ഉദ്ഹിയ കൊടുത്തില്ലെങ്കിൽ ഫലാ യഖുർബന്ന മുസല്ലാന, അവൻ നമ്മുടെ പള്ളിയിലേക്ക് വരേണ്ടതില്ല. എങ്ങനെ? പെരുന്നാൾ നിസ്കരിക്കാൻ അവൻ നമ്മുടെ പള്ളിയിലേക്ക് വരേണ്ടതില്ല. കാരണം പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും മഹത്വമുള്ള അമല്, മാമിൻ ഖൈരിൻ അമലിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദമി, പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അത് ബലിദാനമാണ്, അത് ഉദ്ഹിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് കൊടുക്കാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാതെ പിന്നെ അവൻ 2 റക്അത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. ഇത് ഗൗരവമുള്ള കാര്യമാണ് മുഅ്മിനീങ്ങളെ. ഇതൊക്കെ ഓരോ വിശ്വാസിയും മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യേണ്ട കാര്യമാണ്. ഒരു മാസം മുമ്പേ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് തയ്യാറാകണം. നമ്മുടെ നാട്ടിൽ ആ അമലുകൾ കുറഞ്ഞൊരു കാലമാണ്. നാട്ടിൽ 2 3 ആളുകൾ അല്ലെങ്കിൽ 5 10 ആളുകൾ മാത്രം ചെയ്ത് അത് ഒഴിവാക്കുകയാണ്. അതല്ല, അത് സംഘടിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യൽ ഏറ്റവും ഹൈർ. സംഘടിച്ച് ചെയ്യുമ്പോൾ ഒരാളിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് കൂട്ടത്തിൽ ഷെയർ ചേർന്നാൽ അൽഹംദുലില്ലാഹ് നാട്ടിൽ അതിന്റെ നന്മകൾ നടക്കുമല്ലോ. ദുനിയാവിലും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഖൈറുണ്ട്. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 36ാമത്തെ വചനം. ഹജ്ജിനെ കുറിച്ച് അല്ലാഹു തആല വിശദീകരിച്ചിട്ട് നമ്മോട് പറയുകയാണ്, ഹജ്ജ് ചെയ്യാൻ മക്കത്തെത്താൻ കഴിയാത്തവരെ നാട്ടിൽ നിന്നുകൊണ്ട് ആ ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ 5000 വർഷങ്ങൾക്ക് മുമ്പ് മിനാ താഴ്വരയിൽ തന്റെ പ്രിയപ്പെട്ട മകനെ അറുക്കുവാൻ, ബലി കൊടുക്കുവാൻ തയ്യാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗത്തെ, അവിടുത്തെ അർപ്പണബോധത്തെ, അല്ലാഹുവിന് വേണ്ടി സർവസ്വവും ത്യജിക്കുന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളും അല്ലാഹുവിന് കൊടുക്കണേ. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, ഓരോ മിരുകങ്ങളും അത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. വെറും ഒരു മൃഗമല്ല, അത് വെറും ഒരു പോത്തല്ല, സാധാരണ പോത്തുകളെ പോലെ കാളയെ പോലെയല്ല. അത് നിങ്ങൾ ഉദ്ഹിയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത അത് മിൻ ശആഇരില്ലാഹ്, അത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഖുർആൻ പറഞ്ഞത് സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നമാണ്. അതേ പ്രയോഗം അല്ലാഹു ഇവിടെ പറഞ്ഞു, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, ഈ ബലിമൃഗങ്ങളും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ലക്കും ഫിഹാ ഖൈർ, നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ്, ആ ബലിമൃഗങ്ങളെ അല്ലാഹുവിന് വേണ്ടി അർപ്പിക്കുമ്പോൾ, നിങ്ങൾ ഉളിയ കൊടുക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ പേര് ചൊല്ല്, അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ തക്ബീർ ചൊല്ല്. ഫൈദാ വജദതു ജുനൂബുഹാ, അതിനെ നിങ്ങൾ അർത്ഥമാക്കിയാൽ ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ ഭക്ഷിക്കണേ. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, നിങ്ങളുടെ നാട്ടിൽ ബലിമൃഗത്തെ, നിങ്ങൾ നാട്ടിൽ ബലി പെരുന്നാൾ സന്തോഷത്തിന്റെ സുദിന
ദിനത്തിൽ ഒരു മാംസം വാങ്ങാൻ കഴിയാത്തവർ, 1 കിലോ ഇറച്ചി വാങ്ങിച്ച് കഴിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളിലുണ്ടാകും. അവർക്ക് വേണ്ടിയാണത്. അള്ളാഹുവിന് നിങ്ങളുടെ മാംസം ആവശ്യമില്ലല്ലോ. നിങ്ങൾ കൊടുക്കുന്ന ബലിമൃഗത്തിന്റെ തോലോ രക്തമോ അള്ളാഹുവിന് എത്തുന്നില്ല, അവന് ആവശ്യമില്ല. മറിച്ച് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള, നിങ്ങളുടെ അയൽവക്കത്തുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത നാട്ടിലുള്ള പാപങ്ങള് ഒരുപക്ഷെ അവർ ചോദിച്ചു നടക്കുന്നവരല്ല, ഒരുപക്ഷെ അവർ ചോദിച്ചു നടന്നേക്കാം. അതാണ് ഒന്ന്, അഭിമാനം കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യത്തെ ആരുടെ മുമ്പിലും തുറന്നു പറയാത്തവർ, അവർ അഭിമാനത്തോടെ ജീവിക്കുന്നവർ. അവരുടെ വീടിന്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ എത്തണം, അവരുടെ ദാരിദ്ര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ഇല്ലായ്മയെ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അവിടേക്ക് ആ സന്തോഷത്തിന്റെ ബലിദിനത്തിൽ നിങ്ങൾ കൊണ്ടുചെന്ന് നിങ്ങൾ ഇത് കൊടുക്കണേ. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പാപങ്ങൾ ഉണ്ടാകാം, അവരെ നിങ്ങൾ വെറുതെ വിടില്ലേ, ഇത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പിക്കണേ. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. ഇത് നിങ്ങൾക്ക് ഭക്ഷണമാക്കി തന്ന അല്ലാഹു, അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു, അവന് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നന്മയിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണേ. അല്ലാഹ് നമുക്ക് തന്ന അനുഗ്രഹത്തിന് അല്ലാഹുവിന് നന്ദി ചെയ്യുവാനുള്ള വലിയൊരു അവസരമാണ് പ്രിയമുള്ളവരെ ഉദ്ഹിയ. കാരണം എന്താ? അല്ലാഹ് നമുക്ക് തന്ന അനുഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിലും ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അല്ലാഹ് നമുക്ക് തന്ന ആരോഗ്യം, അല്ലാഹ് നമുക്ക് തന്ന പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹ് നമുക്ക് തന്ന പൊന്നു മക്കള്, അല്ലാഹ് നമുക്ക് തന്ന ജീവിക്കാൻ സൗകര്യമുള്ള ഒരു വീട്, ഇതെല്ലാം തന്നിട്ട് അല്ലാഹ് ചെറുതല്ലേ തിരിച്ചു ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ അങ്ങക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ തന്നു. അൽ കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു നബിയെ. അത് ദുനിയാവിലുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ, നാളെ പരലോകത്ത് ഒരുപാട് അനുഗ്രഹമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൗസറാണ്. തന്റെ ഉമ്മത്തിന് മുഴുവനും ദാഹം തീർക്കാൻ ആ പരലോകത്തെ മഹ്ശറാമുറ്റത്ത് മനുഷ്യന്റെ എല്ലാ പരവശതയും മാറ്റാൻ അള്ളാഹുവിന്റെ റസൂല് കാത്തിരിച്ചിരിക്കുന്ന ഹൗദുൽ കൗസർ, അത് ഓർമ്മിച്ചുകൊണ്ടല്ല പറയുകയാണ്, ഫസല്ലി ലിറബ്ബിക, ഓ നബിയെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹ് അങ്ങക്ക് തന്നെങ്കിൽ അല്ലാഹുവിന് പകരം നന്ദി ചെയ്യണ്ടേ? അതിനങ്ങ് നിസ്കരിക്കണേ നബിയെ. വൻഹർ, നബിയെ അങ്ങ് അല്ലാഹുവിന് വേണ്ടി ബലി കൊടുക്കുക നബിയെ. വൻഹർ, അല്ലാഹുവിന് വേണ്ടി അറുത്തു കൊടുക്കുക നബിയെ. ഇത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള കൽപ്പന മാത്രമല്ല, ഓരോ സത്യവിശ്വാസിയോടുള്ള കൽപ്പനയാണ്. അല്ലാഹ് നമുക്ക് ആ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബലിമൃഗവുമായി ബന്ധപ്പെട്ട് ഏതൊരു വാക്ക് നമ്മൾ സംസാരിച്ചാലും അതൊക്കെയും ദിക്റിന്റെ പ്രതിഫലമാണ്. നമ്മൾ ഉദ്ഹിയ മൃഗത്തെ വാങ്ങാൻ ചന്തയിലേക്ക് പോകുന്നു, അതിന്റെ ഉടമസ്ഥനുമായി സംസാരിക്കുന്നു, വിലപേശുന്നു. അതുമായി ഏത് വാക്ക് പറഞ്ഞാലും അവന് ആ ഓരോ വാക്കുകളും അവൻ സംസാരിക്കുന്നത് മൃഗത്തെ കുറിച്ചായിരിക്കാം, അവൻ സംസാരിക്കുന്നതിന്റെ വിലയെ കുറിച്ചായിരിക്കാം. അതിനെല്ലാം തസ്ബീഹിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമാണ്. പറഞ്ഞല്ലോ, ഏതാ സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം നമുക്ക് കിട്ടുക? സുബ്ഹാനല്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി തംലഉ സമാവാതി സബ്ഇ വൽ അർളി, 7 ആകാശങ്ങൾ നിറയും, 7 ഭൂമികൾ നിറയും. ആ നന്മ അവന് കിട്ടുമെന്ന്, ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നു, ചെയ്യുന്ന മീസാനിലെ അമലുകൾ നശിച്ചു പോകുന്ന വാക്കുകളാണ്, ഏടുകളിലെ നന്മകൾ മാഞ്ഞു പോകുന്ന വാക്കുകളാണ്. എന്നാൽ നിന്റെ നന്മയുടെ ഏടിനെ നിറയ്ക്കാൻ നിനക്ക് ഉപകരിക്കുന്ന വാക്കുകള്, അത് മാടിനെ കുറിച്ച് ആടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തസ്ബീഹായി മാറുന്ന വലിയൊരു പ്രതിഫലമാണ് ഉദ്ഹിയയുമായി ബന്ധപ്പെട്ടത്. അല്ലാഹു ആ നന്മ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ അറിയിക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് ആ നന്മയിൽ നമ്മളൊക്കെ പങ്കാളികളായി നമുക്ക് ദുനിയാവിലെ ഓരോ മാസത്തെ നമ്മളുടെ ചെലവിന് ആവശ്യം എത്ര 1000 രൂപയാണ് എന്റെ പ്രിയമുള്ളവരെ. എന്തെല്ലാം ദുനിയാവിന്റെ ആവശ്യങ്ങൾ, നമ്മളുടെ മക്കളെ കാര്യം, നമ്മുടെ ഹോസ്പിറ്റൽ കാര്യം, നമ്മളുടെ മറ്റു കാര്യങ്ങൾ. ഈ തുച്ഛമായൊരു പൈസ കൊണ്ട് ഈ വലിയൊരു നന്മ നാളെ സിറാത്തിലേക്ക് കടക്കുവാനുള്ള നല്ലൊരു വാഹനം തയ്യാറാക്കാൻ അല്ലാഹു ആ നന്മ ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.